3188 വോട്ടിന് തോറ്റടിഞ്ഞു. പ്രിയങ്ക പറഞ്ഞതുപോലെ ഇത് മാറ്റത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചൊരു ഭരണമാറ്റം കൂടിയാണ്. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. ആ പറച്ചിലെല്ലാം ഉണ്ട്. പക്ഷേ BJPക്ക് സപ്പോർട്ടാണ് എന്നതിന് അർത്ഥമില്ല. കാരണം കോൺഗ്രസിന്റെ വലിയ മിടുക്ക് ഈ പരാജയപ്പെടുത്തലിന് മുന്നിലുണ്ടായിരുന്നു. ഒരു 4% കഴിഞ്ഞ തവണ ഡൽഹിയിൽ നേടിയത്. എന്നാൽ അതിൽ നിന്നും 7%ത്തിലേക്ക് 10 വർഷങ്ങൾക്കിപ്പുറത്ത് BJP എല്ലാം തൂത്തുവാരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നേട്ടം കോൺഗ്രസ് കൈവരിക്കുന്നത്. ചരിത്രമെടുത്താൽ കോൺഗ്രസ് തൂത്തുവാരിയ കാലമൊക്കെ കഴിഞ്ഞു എന്നെല്ലാവർക്കും അറിയാം. അവിടെ BJP വർഗീയതയുടെ ചീട്ടിറക്കി കളിച്ച് രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത കാലത്ത് മതേതരത്വത്തെയും ഭരണഘടന ഇങ്ങനെ എല്ലാത്തിനെയും മുറുകെ പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ 7% വളരെ വലിയ നേട്ടമാണ്. ഇവിടെ തങ്ങളെ 2013 മലർത്തിയടിച്ച് AAPയെ പുറത്താക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് സ്വീകരിച്ച ഒരേ ഒരു നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ AAP പ്രതിപക്ഷത്തേക്ക് മാറ്റപ്പെട്ടത്. എന്നാൽ ഇവിടെ ഏറെ കൗതുകം നിറഞ്ഞ ഒരു കാര്യം, മുൻ മന്ത്രി കൂടിയായ സൗരഭ് ഭരദ്വാജ് എന്ന AAP നേതാവ് മുന്നോട്ട് നീങ്ങാൻ മറ്റു പോംവഴികൾ ഒന്നുമില്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. വേലയും കൂലിയും ഒന്നുമില്ല, തോൽക്കുകയും ചെയ്തു. അതുകൊണ്ടിനെ യൂട്യൂബ് മാത്രമേ ഒരു മാർഗമായിട്ടുള്ളൂ എന്നാണ് മന്ത്രി കൂടിയായിരുന്ന AAP നേതാവ് പറയുന്നത്. 2010 അദ്ദേഹം ചിത്രീകരിച്ച ഒരു വീഡിയോയും ബുധനാഴ്ച ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറെ കൗതുകം ഉണർത്തുന്നത് ഗ്രേറ്റർ കൈലാഷ് മുൻ MLAയുടെ ചാനലിന്റെ പേരാണ്. തൊഴിൽ രഹിതരായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നർത്ഥം വരുന്ന ബെറോസ്ഗർ നേതാ എന്നാണ് ചാനലിന് സൗരഭ് പേര് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചാനലിലൂടെ ഉത്തരം നൽകുമെന്നും AAP നേതാവ് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റുമെന്ന് തന്റെ ചാനലിലൂടെ കാണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഫെബ്രുവരി 8 തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഡൽഹി മൊത്തത്തിൽ മാറി. ഞങ്ങളെപ്പോലുള്ള നേതാക്കളുടെ ജീവിതം 180 ഡിഗ്രിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ തൊഴിൽ രഹിതരായ രാഷ്ട്രീയക്കാരായി മാറി. ഇക്കാര്യം അന്വേഷിച്ച് നിരവധി പേർ ട്വിറ്ററിലൂടെയും വാട്സാപ്പിലൂടെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം ചാനലിലൂടെ മറുപടി പറയുമെന്നുമാണ് ഭരദ്വാജ് പറയുന്നത്. 2013 മുതൽ ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് വിജയിച്ച സൗരഭ് ഭരദ്വാജ് ഇത്തവണ 3188 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി ശിഖാ റോയിയോട് പരാജയപ്പെടുന്നത്.